തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം. പോലീസിന്റെ ഫേസ്ബുക്ക് മെസഞ്ചറിലാണ് സന്ദേശം വന്നത്. തിരുവനന്തപുരത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സാന്ത്വന സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാന്ത്വന, പരിശോധന ഇപ്പോഴും തുടരുന്നു. അപ്പോൾ തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനീഷ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണിയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നത്. അത് DCPയുടെ മെസ്സഞ്ചറിലേക്കാണ് ഇങ്ങനെയൊരു മെസ്സേജ് വന്നത്. അതിന് പിന്നാലെ തന്നെ തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരിയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ അർദ്ധരാത്രി തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അസ്വാഭാവികമായ സമയത്ത് ഒന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ അന്വേഷണം ചോദിച്ചതുപോലെ തന്നെ ആരാണ് ഈ സന്ദേശം അയച്ചത്, അതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ അതൊരു ഫേക്ക് ID അല്ല എന്ന തരത്തിലൊരു സംശയം പോലീസിന് ഉടലെടുത്തു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു തെരച്ചിൽ നടത്തുവാൻ പോലീസ് ആരംഭിച്ചത്. വൈകുന്നേരം 5 മണി മുതൽക്ക് തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും ട്രെയിനുള്ളിലും ഒക്കെ തന്നെയും പരിശോധന നടത്തി. ഇപ്പോഴും നമുക്ക് കാണാം ഔദ്യോഗികമായ പരിശോധനകൾ അവസാനിച്ചെങ്കിലും വരുന്ന പാസഞ്ചേഴ്സിന്റെ ബാഗ് അടക്കം ഇപ്പോഴും പരിശോധിക്കുകയാണ്. നിലവിലെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധന പൂർത്തിയായതായും ഇവിടെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അനീഷ, ശരി, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.